കാസ്റ്റ് ചെയ്യണം, ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രശാന്ത്. അപ്പോൾ ഇന്ന് നമ്മൾ കിടിലൊരു ചൂണ്ട വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ കല്ലട ആറാണ് കേട്ടത്. അപ്പോൾ കല്ലട ആറിൽ നമ്മൾ വന്നിട്ട് സ്റ്റിക്കൊക്കെ അത്യാവശ്യം കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പൈഡർ ഹുക്കാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തേടിന് വേണ്ടി നമ്മൾ ചൂണ്ടയിട്ടേക്കാം. കക്കയാണ് ഇതിന് തീറ്റയായിട്ട് പൊരിക്കുന്നത്. കക്ക ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ തല്ലി പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ഇറച്ചി എടുത്തിട്ടാണ്, അത് ഞാൻ കാണിച്ചു തരാം. അതെടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് കുക്ക് ചെയ്തിട്ട് കുക്കിട്ടേക്കുന്നത്. മീൻ വെള്ളത്തിന് ഇപ്പോൾ ഉപ്പ് രസം കുറച്ച് കുറവാണ്. കാരണം വെച്ചാൽ ഉപ്പ് കയറുന്ന സമയത്താണ് കൂടുതലും മീൻ കയറി വരുന്നത്. അപ്പോൾ ഇപ്പോൾ വെള്ളത്തിന് മഴ പെയ്തുകൊണ്ട് കൂടി ആയിരിക്കണം. അപ്പോൾ ഉപ്പ് വെള്ളം ചെറുതായിട്ട് കുറവുണ്ട്. ഞങ്ങളവിടെ കാസ്റ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം. അങ്ങനെ കിട്ടും. പരല്ലേ കറണ്ട് വെച്ച് സ്പാർക്കർ അതിന് നമ്മളിനി ബാറ്ററി ഒക്കെ ഉണ്ടെന്നൊക്കെ നടക്കണം. 4-5 രൂപ കൊടുക്കണം ഒരു ബാറ്ററി. 5 രൂപ ഉണ്ടെങ്കിൽ 4 വീഡിയോ ചെയ്യാം. നമ്മൾ കല്ലുടെ ആറ്റിൽ നമുക്ക് മീനൊന്നും വലുതായിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മണ്ടത്തുരത്തിലേക്ക് വന്നേക്കോ. ഇവിടെ നമുക്ക് നോക്കാം മീൻ വല്ല കിട്ടുമോ നോക്കാം. നമ്മൾ ലൂർ കാസ്റ്റ് സ്പൈഡർ കാസ്റ്റ് ചെയ്തിട്ടേക്കോ. ഫീഡറൊക്കെ സെറ്റ് ചെയ്ത് സ്പൈഡർ കാസ്റ്റ് ചെയ്തിട്ടേക്കോ. എന്നിട്ട് നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. റെയിനിങ് ഗൈസ്, ഹെവി റെയിനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വൈഡ് ആംഗിളിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി ഗൈസ് ഹെവി റെയിനിങ് ആണ്. നമ്മളിത് ഭയങ്കര റെയിനിലാണുള്ളത്. ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് ഭയങ്കര റെയിനിങ്. കമ്പിയുടെ ബെല്ല് കാരണം ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. അല്ലേ തേടാണ് കേട്ടോ. അത് ഫസ്റ്റ് തേട് തെറ്റി. സഞ്ചിയിലല്ലേ, ആ സഞ്ചിയിലെടുത്ത് അതെല്ലാം നല്ല വലിയുണ്ടല്ലേ. വെയിറ്റ് മറ്റേതിൻ്റെ വെയിറ്റാ, വലിയ വെയിറ്റ് അല്ലേ ഇത്. അടിച്ചെങ്കിൽ അതിനകത്ത് കാണും, പോത്തില്ല. ഓഹോ കാസ്റ്റ് ചെയ്യണം, ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ സ്പൈഡർ ചൂണ്ട കേട്ടോ. സ്പൈഡറിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഇതിന് 8 കാലിയ കൂടുതലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് നീരാളിന്നാണ്. നീരാളിക്കാണല്ലോ 8 കാലി കൂടുതലുണ്ടെന്ന്. 8 കാലി കൂടുതലുണ്ടോ? 8 കാലി കൂടുതലുണ്ടെന്ന്. അപ്പോൾ നീരാളി കിട്ടി നമുക്ക് കിട്ടിയതാണ് കേട്ടോ. കൂവത്തേടാണേ, കൂവത്തേട്. കായലിലല്ല, കുളപ്പം കൂവത്തേട്. വിജയ് സൗണ്ട് കണ്ടോ?
നീരാളി. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പിടിച്ച മീന്. അപ്പം എത്ര ഉണ്ട്? 1 2 3 4 5 കറ ഇട്ടിട്ട് നമുക്ക് അവസാനം എടുക്കാം. കുറേ ഉണ്ട് ഗൈസ്, ജീവനുണ്ട് ഗൈസ്. നമ്മൾ ഫീഡർ സെറ്റ് ചെയ്താൽ ഫീഡർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്പൈഡറാണ് കേട്ടോ. സ്പൈഡർ നമ്മൾ പറയുന്നത് നീരാളി. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈദാപ്പൊടി, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, പിന്നെ അതിൻ്റെ കൂടെ പൈനാപ്പിൾ എസൻസ്, ഇത് മൂന്നും കൂടെ ചേർത്ത് കുഴച്ചെടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ ഫീഡർ സെറ്റ് ചെയ്തിട്ട് ഫീഡർ കാസ്റ്റ് ചെയ്യാം. അഴിച്ചിടണം. ഒരിടത്ത് തന്നെ ഇടണം. എടുക്കുവാന്നോടാ. അല്ലല്ലോ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫീഡർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സ്റ്റിക്കിനകത്ത് ഒരെണ്ണം കാസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നൂലിനകത്ത്, നമ്മുടെ സ്റ്റിക്ക് കുറവായതുകൊണ്ട് നൂലിനകത്താണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. നൂലിൽ കാസ്റ്റ് ചെയ്തിട്ട് മീൻ പിടിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട് ഇതുപോലെ ഇവിടെ നൈസായിട്ട് ഉടക്കി വെക്കും. ഉടക്കി വെക്കുമ്പോഴത്തേക്ക് മീൻ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. സ്റ്റിക്കിൻ്റെ സെയിം മെത്തേഡ് തന്നെ വേറൊരു രീതി ചെയ്യുന്നൊന്നുമില്ല. ഇത് എവിടെയിട്ടാ അടിക്കുന്നേ? അതെങ്ങനെ എടുക്കും? തേങ്ങ അടത്താൻ കാസ്റ്റ് ചെയ്ത പ്രശാന്ത് എടുത്തിട്ടുണ്ട്. ഫണ്ണായിട്ടോ, നമുക്ക് ഫണ്ണാക്കാം. ഇതിന്റെ മുഖം കാണിച്ചറാ. നമ്മുടെ അടുത്ത തേടിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ചൂടക്കകത്ത് പെയ്യേ. ഇതിനെ വറക്കുവോ മാമ? ഏ മാമ? കറി വെക്കാ ചെയ്യുന്നത്, പിന്നെ വറക്കുന്നവരുണ്ട്. തല കളയാതെ വറക്കണം, സെറ്റ് ടേസ്റ്റാണ്. കുഞ്ഞിനാണെങ്കിൽ നമുക്ക് കിട്ടി കേട്ടോ, ഒരെണ്ണോടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ടുണ്ട് ഇപ്പോൾ. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കേട്ടോ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചൂണ്ടിയിടിയിലേക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾ കയറാൻ പോവാം. അപ്പോൾ നമുക്ക് എത്ര മീൻ കിട്ടിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫോക്കസ് ഫോക്കസ് ഫോക്കസ്. ഇത് ഇത്രയും തേടാണ് കേട്ടോ ആകെ കിട്ടിയിരിക്കണേ. തുറന്നു വീഴുന്നില്ല. നോട്ടുണ്ട് ഇത്ര മീനായിട്ടോ നമുക്ക് ആദ്യം ആകെ കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, കളിയാ. 1 2 3 4 5 6 7 8 9 10 11 12 13 13 പേരിനെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ആയില്ല കേട്ടോ, വന്നിട്ട് വെറുതെ ആയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ കണ്ട പിന്നെ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്. ബൈ ബൈ.